ഹലോ ഗസ് ഗീതാഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതുവിനെ ഗോവിന്ദ് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. പ്രോഗ്രാമിന് അവിടെ ചെന്ന് തിരിച്ചു വരുന്നോടം വരെ നീ കാര്യം ആരോടും പറയരുത്, അതായിപ്പോൾ നിനക്ക് നിൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്തോഷം, ആൻറ്റി അത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് ഒരു സാരിയൊക്കെ എടുത്ത് കൊടുക്കുകയാണ് ഗീതുവിന് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, നിനക്കിത് ഇഷ്ടപ്പെട്ടോ നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നേലും പറ, അല്ലെങ്കിൽ ഒരു ചിരിയെങ്കിലും ചിരിക്കുന്നൊക്കെ പറയുമ്പോൾ ഗീതു ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിലാസിനി പ്രേമോളെ ഒരുക്കുവാണ് പോകാൻ വേണ്ടിയിട്ട്. കൊണ്ടുവന്ന സ്വർണ്ണം എല്ലാം ഇടിയിപ്പിച്ച് വിടണം എന്ന് വിലാസിനി പറയുന്നുണ്ട് കേട്ടോ. ഭദ്രൻ ചോദിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ എങ്ങനെയാണോ ഇങ്ങ് വന്നത് അതുപോലെ തന്നെ അവളെ തിരിച്ചും വിടണം എന്നൊക്കെ പറയുകയാണ്. ഭദ്രനൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ആ സമയത്ത് പ്രേമോള് പറയുകയാണ്, മാങ്ങാമാല കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ വിനോദ് പറയുന്നുണ്ട്, ഇന്നലെ രാത്രിയല്ലേ ലോക്കറിൽ നിന്ന് സ്വർണ്ണം എടുത്ത്, പിന്നെ അത് എവിടെ പോകാനാണെന്ന് ചോദിക്കുമ്പോൾ പ്രിയ പറയുന്നുണ്ട്, ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഭദ്രൻ പയ്യെ അവിടെ നിന്ന് മുങ്ങാൻ തുടങ്ങുവാണ് കേട്ടോ. ആ സമയത്ത് വിലാസിനി ഭദ്രൻ്റെ അടുത്ത് നിന്നൊരു പോക്കറ്റിൽ കൈയിട്ടിട്ട് ആ മാല വെള്ളോട്ട് എടുക്കുവാണ് കേട്ടോ. അപ്പം ഭദ്രൻ പറയുന്നുണ്ട്, അല്ല ഇതിപ്പോൾ ഇത്രയും നാൾ ഇവിടെ സൂക്ഷിച്ചതിൻ്റെ ഒരു GST എന്നൊരു രീതിയിൽ ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചതെന്ന് പറയുമ്പോൾ വിലാസിനി ദേഷ്യപ്പെടുവാണ് ഭദ്രനോട്. GST ഇല്ല, ഒന്നുമില്ല, മര്യാദയ്ക്ക് അത് തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് അത് തിരിച്ച് മേടിച്ച് പ്രിയയുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് പ്രിയയുടെ നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വിനോദിനോട് പറയുന്നുണ്ട്, എടാ മോനെ എൻ്റെ മോളുടെ ഒരു ഫോട്ടോ എടുത്തു തന്നേന്ന് പറയുന്നുണ്ട്. വിനോദ് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ വിനോദിൻ്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് ഭദ്രനോട് പറയുകയാണ്, നിങ്ങളൊരു ഫോട്ടോ എടുത്ത് തന്നെ ഞങ്ങളുടെ 3 പേരുടെ എന്ന് പറയുകയാണ്. അങ്ങനെ അതും എടുത്ത് കൊടുക്കുകയാണ്. അത് കഴിയുമ്പോൾ ഭദ്രൻ പറയുന്നുണ്ട്, എടാ വിനോദേ എൻ്റെ ഇവളുടെയും കൂടി ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറയുമ്പോൾ വിലാസിനി അവിടെ നേരെ അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ഭദ്രൻ പറയുന്നത്, എടി വിലാസിനി നീ എവിടെയാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ പുള്ളിക്കാരി ഇറങ്ങി പോവാണ് താഴോട്ട്. ആ സമയത്ത് താഴെ അറക്കലയിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മുടെ ഗോവിന്ദ് താഴെ എത്തുമ്പോൾ ഗീതുവിനോട് പറയുന്നുണ്ട്, നീ കരയരുതെന്ന്, അമ്മ ആരെയും മനസ്സിലാക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് കാര്യങ്ങൾ. ഗീതു അമ്മയെ കാണുമ്പോഴേക്കും ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഭദ്രൻ പറയുന്നത്, വിലാസിനിക്ക് ഗീതു എന്ന് പറഞ്ഞാൽ ജീവനാന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും ഇതിങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുവാണ്. അറക്കലിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട്, രാധികാമ്മയൊക്കെ. അതിന് ചടങ്ങുകൾക്കായിട്ട് പ്രിയെ കൂട്ടിക്കൊണ്ട് രേഖ താഴോട്ട് വരുവാണ് കേട്ടോ. അപ്പോൾ ആദ്യം വളകാപ്പിന് വേണ്ടിയിട്ട് വള കൊണ്ടുവന്ന് ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ്. അങ്ങനെ രാധികാമ്മ എല്ലാവരെയും വിളിക്കുന്നുണ്ട്. ഗീതുവിനെ ഗോവിന്ദിനെ അടുത്ത് വിളിച്ച് നിർത്തി വളകാപ്പിന് വള ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് വള ഇട്ട് കഴിയുമ്പോൾ ഭദ്രൻ ഗോവിന്ദനോട് പറയുന്നുണ്ട്, മോനെ ഇവിടം വരെ ഒന്ന് മാറി വന്നേ, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പറയും. ഈ പരിപാടിക്കൊക്കെ കുറേ ചിലവായി എന്നിങ്ങനെ പറയുമ്പോഴേക്കും വിലാസിനിക്ക് ദേഷ്യം വരുവാണ് കേട്ടോ. വിലാസിനി പറഞ്ഞ്, ഭാര്യയെ പ്രസവത്തിന് കൊണ്ടുപോകാന്നുള്ള ചിലവ് ഏറ്റെടുക്കേണ്ട ഭർത്താവിൻ്റെ വീട്ടുകാരാ, അത് വിനോദാണ് ചെയ്യേണ്ടത്, അല്ല ഗോവിന്ദല്ല എന്ന് പറഞ്ഞ് ചൂടാവുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മോനെ വിനോദിൻ്റെ സാലറിയിൽ കുറച്ച് അഡ്വാൻസ് കൊടുക്കുക, അതിൻ്റെ ആവശ്യമുള്ളൂ, എന്നിട്ട് മാസം അതിൽ നിന്ന് പിടിച്ചോളുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും വിനോദിനും ബാക്കി എല്ലാവർക്കും അത് ഓക്കെയാണ്. നമ്മുടെ ഭദ്രൻ അടി കിട്ടിയ പോലെ ആവുന്ന സമയത്ത് രേഖ വന്നിട്ട് പറയുന്നുണ്ട്, മിക്കവാറും പ്രിയനെ ചടങ്ങ് കഴിഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകാൻ നേരത്ത് ഗീതുവിനെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും എന്ന് പറയുമ്പോഴത്തേക്കും വിലാസിനെയും പറയുന്നുണ്ട്, അതാ നാട്ടു നടപ്പ്, എന്താ പ്രിയമോളുടെ ഇങ്ങോട്ട് വിടുമ്പം ഗോവിന്ദ ചെയ്യണ്ടെങ്കിൽ തിരിച്ച് ഗീതുവിനെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ നമ്മൾ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഭദ്രൻ പെട്ടെന്ന് വാടയ്ക്കുവാണേ, ഇനി അതും ചിലവാണല്ലോ എന്നോർത്ത് അതിലും ഭേദം ഇത് തന്നെയാണെന്ന് ഓർത്ത് ഭദ്രനൊന്നും മിണ്ടുന്നില്ല. അത് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ ഗീതുവിനും ഗോവിന്ദനും നോക്കുവാണ് കേട്ടോ. ഗീതുവിന് ഇതൊക്കെ കേൾക്കുമ്പോൾ നാണം ആവുന്നുണ്ട്. ഗോവിന്ദൻ ചെറുതായിട്ട് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ പിന്നെയും ബാക്കി പരിപാടികളാണ്. നമ്മുടെ പ്രേമോട് വന്നിട്ട് എല്ലാവരോടും പറയാം, എന്തായാലും സംസാരിച്ചിരിക്കുന്നത് ബാക്കി ചടങ്ങുകളില്ലേ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ ബാക്കി ചടങ്ങുകൾ തുടരുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ധ്യാനെയാണ്. ധ്യാൻ വണ്ടി ഓടിച്ച് പോവുകയാണ് കേട്ടോ. കൂടെ രഞ്ജിനിയുണ്ട്, നമ്മുടെ രഞ്ജു. അപ്പോൾ രഞ്ജു ആണെങ്കിൽ കൂടെ ഫോൺ വിളിച്ചിട്ട് ഗീതു എടുക്കുന്നില്ല, പരിപാടിക്ക് വരണം എന്നോട് പ്രത്യേകം പറഞ്ഞാൽ വീട് എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട രഞ്ജു, ഞാൻ അവിടെ കൊണ്ടുവിടാം, നീ ഒന്നുകൂടെ വിളിച്ച് നോക്കുന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഗീതുവിനെ ഒന്നുകൂടെ വിളിച്ച് നോക്കുവാണ് കേട്ടോ. ഫോൺ അടിക്കുന്നതല്ല, എടുക്കുന്നില്ല. ഞാൻ ഒരിക്കലും അവിടെ പോയിട്ടുണ്ട്, വഴി അത്ര വ്യക്തമായിട്ട് എനിക്ക് ഓർമ്മയില്ല, എന്നാലും കുഴപ്പമില്ല, പോയി നോക്കാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, ശരി, ഞാൻ എന്തായാലും നിന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുവാണ്. എന്നിട്ട് പിന്നെ കാണിക്കുന്ന അവർ രണ്ടും വണ്ടി ഓടിച്ച് പോകുന്നതാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന ചടങ്ങുകൾക്കിടയിൽ രാധികാമ്മ ഇങ്ങനെ ചിന്തിക്കുന്നതാണ്, എന്താണോ ഇവൾ ഇതുവരെ ആവശ്യമൊന്നും ചോദിക്കുമെന്ന് പറഞ്ഞതാണല്ലോ, ഇനിയിപ്പോൾ എന്താണോ ചോദിക്കാത്തതെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രഞ്ജുവും ധ്യാനും വണ്ടി ഓടിച്ച് ഗീതുവിൻ്റെ വീട്ടിലോട്ട് പോകുന്നതായിട്ടാണ് കേട്ടോ. അത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.